ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനുമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യമായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുമായിട്ട് ഒത്തുധാരണയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് ഷാനുമായിട്ട് പിന്നെ ഒന്ന് ചേർന്ന് പോകാമെന്നുള്ള രീതിയിലൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഉണ്ടെങ്കിൽ ഷാൻ പഴയ സ്വഭാവം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തനിക്കുണ്ടെങ്കിൽ അധികം സഹിക്കാൻ പറ്റത്തില്ല, ഇനി ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ടൊരു ജീവിതം തുടർന്ന് പോകാൻ തനിക്ക് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്താലും ശരി തിരിച്ചു വരത്തില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് കണക്ക് മദ്യപാനമൊക്കെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷാനുണ്ടെങ്കിൽ ഇപ്പോൾ 40 വയസ്സ്, ഇത്ര വർഷമായിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റവും ഇല്ല. ഒരു കുടുംബത്തിൻ്റെ കാര്യം നേരെ ചെയ്യാൻ നോക്കത്ത് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ ഇനി ഷാൻ്റെ കൂടെ ജീവിക്കാൻ തനിക്ക് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബന്ധം ഒന്ന് പിരിയാൻ വേണ്ടിയാണ് താൻ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഏതെങ്കിലും പേപ്പറിൽ എഴുതി ഒപ്പിടാനും താൻ തയ്യാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇനി ഒരു ബന്ധവും കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഷാനിനി തൻ്റെ ജീവിതത്തിൽ വരാൻ താനുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു നാജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഇതെന്ത് പറ്റി, നേരത്തെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു, പെട്ടെന്ന് ഇത് ഇങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ നാജിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ് ഏറ്റവും പ്രശ്നം. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശാരീരിക ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പോകാൻ തനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു നാജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.